USA? Yes. 1900 ശേഷം വരണം? No. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? No. ശാസ്ത്രം, ബിസിനസ്? No. മതം, ആധ്യാത്മികം, സാമൂഹ്യ പ്രവർത്തനം? No. സ്പോർട്സ്, ഉദ്യോഗം, പ്രൊഫഷണൽ? No. സാഹസികൻ, അഡ്വഞ്ചർ, എക്സ്പ്ലോറേഷൻ, യാത്രികൻ, സഞ്ചാരി? No. ഒരു സംഭവം വഴിയോ ബന്ധുത്വം വഴിയോ ഉള്ള പ്രശസ്തി? No. സംഭവം, ഇൻസിഡന്റ്, ഒരു അച്ചീവ്മെന്റോ ഒരു കൊലപാതകമോ സംഭവങ്ങളാണ് അദ്ദേഹത്തെ പ്രശ്നമാക്കി. സിമെന്റ് ആണ്, ഇൻസിഡന്റുകളാണ്. ഓർഗനൈസേഷണൽ റിലേഷൻ? No. ഇൻവെൻഷൻസ്, ഡിസ്കവറീസ്, കണ്ടുപിടുത്തങ്ങൾ? Yes. അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തം ഏതെങ്കിലും ഒരു പ്രധാന അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തം കൈക്കുള്ളിൽ എടുക്കാവുന്ന ഒന്നാണ്? അതെ. പേരിന്റെ ഏതെങ്കിലും ഭാഗം W എന്ന അക്ഷരത്തിലോ L എന്ന അക്ഷരത്തിലോ R എന്ന അക്ഷരത്തിലോ ആരംഭിക്കും? ഉണ്ട്. ഉണ്ട്. W ആരംഭിക്കുന്നു? Yes. Yes. ഉണ്ട്. 20 അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഇപ്പോൾ സോണിയോടൊപ്പം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ആകോട്ടെ. എന്താ മാഡത്തിന്റെ പേര്? ആയിഷ. ശ്രീമതി ഐഷയോടൊപ്പം ആ കണ്ടുപിടുത്തം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. Yes. ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ജൈവ ആയുധമാണ് ആ കണ്ടുപിടുത്തം എന്ന് ഞാൻ വിശേഷിപ്പിച്ചാൽ അതിന് ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയും? ആധുനിക സാഹചര്യത്തിൽ അതിനെ അത്തരത്തിലൊരു ജൈവായുധമായി കണക്കാക്കാം. ജൈവായുധം അല്ലെങ്കിൽ ഒരു ആയുധമായി കണക്കാക്കാം ആധുനിക അത് സാഹചര്യത്തിൽ. ഗതാഗത തലത്തിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള എന്റെ ഒരു നല്ല കണ്ടെത്തലായിരുന്നു ഇതെന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ ആ ഉത്തരത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം മനസ്സിൽ വിചാരിച്ച വ്യക്തി, ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം മനസ്സിൽ വിചാരിച്ച വ്യക്തി വാൾട്ടർ ഹണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണ്? തീർച്ചയായും. ശ്രീമതി ഐഷയോടൊപ്പം ഉണ്ട് വാൾട്ടർ ഹണ്ടിന്റെ കണ്ടുപിടുത്തം. അത് സേഫ്റ്റി പിന്നാണ്. സേഫ്റ്റി പിൻ കണ്ടെത്തിയ വാൾട്ടർ ഹണ്ട് എന്ന അമേരിക്കക്കാരനെയാണ് ശ്രീനി ആദ്യ റൗണ്ടിൽ മനസ്സിൽ വിചാരിച്ചത്. അല്ല, അടുത്ത രസകരമായ ഒരു ചോയ്സ് ആയി അല്ലേ? ഞാൻ ചോദിച്ചത് W കൈക്കുള്ളിൽ എടുക്കാൻ കഴിയും എന്നുള്ളതിൽ നിന്നാണ് ചോദ്യം പോകുന്നത്. സേഫ്റ്റി പിൻ കണ്ടെത്തിയ വാൾട്ടർ ഹണ്ട് ആണോ? ഷ്യൂയിംഗം കണ്ടെത്തിയ വാൾട്ടർ ഡെയ്മർ ആണോ? തപാൽ സ്റ്റാമ്പ് കണ്ടെത്തിയ റോളൻഡ് ഹില്ലാണോ? തീപ്പെട്ടി കണ്ടെത്തിയ ലുൻസ്ട്രോം ആണോ എന്നറിയാനാണ് ഞാൻ W-യിലൂടെ R-യിലൂടെ L-യിലൂടെ ഒരു യാത്ര നടത്തുന്നത്. അത് അതെ എന്ന് പറയുകയും പിന്നെ W മുതൽ ഒഴിവാക്കി വരാൻ നോക്കിയപ്പോൾ W-യിൽ തന്നെ താങ്കൾ ഒഴിവാകാതെ വരികയും. ശരി, അടുത്തത് അപ്രോഡ് സർ. അപ്രോഡ്. ശ്രീനി രണ്ടാം റൗണ്ടിൽ ഇക്കുറിയും അതൊരു പുരുഷൻ. Yes. ജീവിച്ചിരിപ്പുണ്ട്? No. സാധാരണ? Yes. ഏഷ്യൻ? Yes. ഇന്ത്യൻ? Yes. മലയാളി? No. സൗത്ത് ഇന്ത്യൻ? No. 1900 ശേഷം വരണം? Yes. 1950 ശേഷം വരണം? No. രാഷ്ട്രീയം, കലാ, സാഹിത്യം? No. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? No. സ്പോർട്സ്, ശാസ്ത്രം, ഉദ്യോഗം, ബിസിനസ്? Yes. സ്പോർട്സ്, No. ശാസ്ത്രം, No. ബിസിനസ്? Yes. പാഴ്സിയാണ്? അമ്മ വഴി. പാഴ്സിയാണോ? കാരണം അമ്മ വഴി ആണ്. ആണ്. Anything to do with outside India? No. ഇല്ല. ടാറ്റയുമായി ബന്ധുത്വം ഉണ്ടായിരുന്നു? No. ഇല്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് കണക്റ്റഡ് വിത്ത് ഓട്ടോമൊബൈൽസ്, വാഹനങ്ങൾ? No.
20 അദ്ദേഹത്തിന്റെ പേരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കമ്പനി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ്? പേരിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ബജാജ് എന്നും ഗോദ്രേജ് എന്നും ഒക്കെ പറയുന്നത് പോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാന ചോദ്യം, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസിൽ ഹോസ്പിറ്റാലിറ്റിയോ ഹൗസ് അപ്ലയൻസസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നോ. ഇല്ല. ഹൗസ് അപ്ലയൻസസ് ഉണ്ട്. ഹൗസ് അപ്ലയൻസിന് ചെറിയൊരു ഭാഗമായിട്ട് വരും. അല്ല, ചെറിയൊരു ഭാഗമല്ല, നല്ലൊരു ഭാഗത്ത് നല്ല ഭാഗം വരും. പോട്ടെ. എന്തായാലും പേര് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റിനെ ഗോദ്രേജ് എന്നൊക്കെ പറയുന്നത് പോലെ പേരിന്റെ ഒരു ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശ്രീനി വിജയിക്കുന്നു. പറഞ്ഞോളൂ ശ്രീനി. ആദേശ് ഗോദ്രേജ്. ഗോദ്രേജ്. ശരി, 2 റൗണ്ടുകളിൽ 1-1 എന്നിങ്ങനെ സമനിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ 3-ാം റൗണ്ടിലേക്ക് പ്രവേശിക്കും.